ഹൗ ടു സ്റ്റാർട്ട് ഫോറക്സ് ട്രേഡിംഗ് ആസ് എ ബിഗിനർ. ഒരു തുടക്കക്കാരന് എങ്ങനെ ഫോറക്സ് ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം എന്ന് ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാകുന്നത് ആയിരിക്കും. അതേപോലെ ഈ വീഡിയോ മൊത്തം കണ്ടു കഴിയുമ്പോൾ ഫോറക്സ് ട്രേഡിംഗായിട്ട് റിലേറ്റഡ് ആയിട്ട് ഇ ബുക്ക് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതായിരിക്കും. അതെങ്ങനെ ക്ലെയിം ചെയ്യാമെന്ന് വീഡിയോ മൊത്തം കണ്ടു കഴിയുമ്പോൾ മനസ്സിലാകുന്നത് ആയിരിക്കും. ഇന്നത്തെ വീഡിയോയുടെ അജണ്ട അല്ലെങ്കിൽ ഇന്നത്തെ വീഡിയോയ്ക്ക് അത് കവർ ചെയ്യാൻ പോകുന്ന ടോപ്പിക്സുകൾ എന്തൊക്കെയാണെന്ന് ആദ്യം പറഞ്ഞു. കറൻസി പെയേഴ്സ് എന്തൊക്കെയാണ്, ബിഡ് ആസ്ക് പ്രൈസ് തമ്മിലുള്ള വ്യത്യാസം എങ്ങനെ മനസ്സിലാക്കുക, പിപ്പ് എന്താണ്, ലിവറേജ് എന്താണ്, ലോട്ട് സൈസ് എന്താണ്, സ്പ്രെഡ് എന്താണ്, സെക്ഷൻസ് എന്താണ്, റിസ്ക് മാനേജ്മെൻറ്റ് എങ്ങനെ, മാർക്കറ്റ് അനാലിസിസ് എങ്ങനെ ചെയ്യുക, ഹൗ ടു സ്റ്റാർട്ട് ഫോറക്സ് ട്രേഡിംഗ്, എങ്ങനെ നമുക്ക് ഫോറക്സ് ട്രേഡിംഗ് കൃത്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യാന്നുള്ള കൃത്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ വീഡിയോക്ക് അത് ഡിസ്കസ് ചെയ്യുന്നത് ആയിരിക്കും. വീഡിയോ മൊത്തം കാണാൻ ശ്രമിക്കുക. അപ്പോൾ അതിന് എന്താണ് കറൻസി പെയേഴ്സ് എന്ന് നോക്കാം. അപ്പോൾ കറൻസി പെയേഴ്സിലേക്ക് വരുമ്പോൾ എന്താണ് ഫോറക്സ് എന്ന് പറയുക. ഫോറക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ടേം തമ്മിലുള്ളൊരു മാച്ചിങ് ആണ് ഫോറക്സ് എന്ന ടേം ഉണ്ടാകുന്നത്. എക്സാമ്പിൾ പറയുകയാണ് ഫോറിൻ അതേപോലെ എക്സ്ചേഞ്ച്. ഈ രണ്ട് ടേമിൻ്റെ ആദ്യത്തെ ഫോറിൻ്റെ 3 അക്ഷരവും അല്ലെങ്കിൽ എക്സ്ചേഞ്ച് 2 അക്ഷരം, ഇത് രണ്ട് തമ്മിൽ മാച്ചിങ് ഉണ്ടാക്കിയതാണ് ഫോറക്സ്. ഫോറിൻ എക്സ്ചേഞ്ച് എന്നാണ് നമ്മൾ ഇതിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. അപ്പോൾ ഫോറിൻ എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ മെയിൻലി ട്രേഡ് ചെയ്യുന്ന കറൻസി പെയേഴ്സുകളായിരിക്കും. ഇപ്പോൾ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വരുമ്പോൾ നമ്മൾ ട്രേഡ് ചെയ്യുന്ന സ്റ്റോക്കുകളും കമ്മോഡിറ്റികളിലായിരിക്കും സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്നത്. അതേപോലെ ക്രിപ്റ്റോ മാർക്കറ്റിലേക്ക് വരുമ്പോൾ ട്രേഡ് ചെയ്യുന്നത് ക്രിപ്റ്റോ കറൻസികളിലായി. അപ്പോൾ ഫോറിൻ മാർക്കറ്റിൽ വരുമ്പോൾ ട്രേഡ് ചെയ്യുന്നത് ഫോറക്സ് കറൻസി പെയേഴ്സുകളിലായിരിക്കും. ഫോറക്സ് ട്രേഡിംഗ് ഇൻവോൾവ്സ് ദി പ്രൈസ് ഫ്ലക്ച്വേഷൻ ബിറ്റ്വീൻ 2 കറൻസി പെയേഴ്സ്. രണ്ട് കറൻസി പെയേഴ്സ് തമ്മിലുള്ളൊരു വ്യത്യാസം അല്ലെങ്കിൽ അത് നമ്മളൊരു ഏറ്റക്കുറച്ചിലാണ് നമ്മുടെ പ്രോഫിറ്റായിട്ട് ലോസ് ആയിട്ട് കൺവേർട്ട് ആകുന്നത്. മേജറും അതുപോലെ മൈനറായിട്ടുള്ള കുറേ കറൻസി പെയേഴ്സ് ഫോറിൻ മാർക്കറ്റിലുണ്ട്. ഫോർ എക്സാമ്പിൾ കുറേ അധികം മേജർ കറൻസി പെയേഴ്സാണ് യൂറോ USD JPY, GBP USD തുടങ്ങിയ പെയേഴ്സ്. EUR എന്ന് പറഞ്ഞാൽ യൂറോ കറൻസിയെ റെപ്രസെൻറ്റ് ചെയ്യും. USD എന്ന് പറഞ്ഞാൽ നമുക്ക് ഡോളേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്ത്. അതായത് JPY എന്ന് പറഞ്ഞാൽ ജാപ്പനീസ് yen ആണ്. ജാപ്പനീസ് കറൻസിനെയാണ് JPY എന്നുകൊണ്ട് ഇവിടെ റെപ്രസെൻറ്റ്. GBP എന്ന് പറഞ്ഞാൽ ഗ്രേറ്റ് ബ്രിട്ടീഷ് പൗണ്ട് എന്ന രണ്ട് കറൻസിയിൽ അതിനാണ് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഇതാണ് മേജർ ആയിട്ടുള്ള കറൻസി പെയേഴ്സ്. ഈ പറഞ്ഞ മൂന്നാണ് മേജർ ആയിട്ടുള്ള കറൻസി. കുറച്ച് മൈനർ കറൻസി പെയേഴ്സ് ആണ്. യൂറോ GBP. യൂറോ എന്ന് പറഞ്ഞാൽ യൂറോപ്യൻ കറൻസി അല്ല. യൂറോ BP എന്ന് പറഞ്ഞാൽ ഗ്രേറ്റ് ബ്രിട്ടീഷ് പൗണ്ട്. അതുപോലെ AUD എന്ന് വെച്ചാൽ ഓസ്ട്രേലിയൻ ഡോളേഴ്സാണ്. NZD എന്ന് പറഞ്ഞാൽ ന്യൂസിലൻഡ് ഡോളേഴ്സാണ്. ഇതല്ലാതെ കുറേ അധികം കറൻസി പെയേഴ്സ് ഉണ്ട്. അതൊക്കെ നിങ്ങൾക്ക് പഠിച്ച് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നത് ആയിരിക്കും. അടുത്ത എന്താണ് ബിഡ്, എന്താണ് ആസ്ക്, എന്താണ് ഈ ബിഡ് ആസ്ക് പ്രൈസ് എന്ന് ഫോറക്സ് ട്രേഡിംഗ് ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ പറയുന്നത്. പ്രൈസ് അറ്റ് വിച്ച് ദി മാർക്കറ്റ് ബൈ ഫ്രം യു. കറൻസി പെയേഴ്സ് മാർക്കറ്റ് നമ്മുടേത് മേടിക്കുന്നത് എന്ന് വെച്ചാൽ നമ്മൾ മേടിക്കുന്ന ഒരു പൈസയാണ് നമ്മൾ ബിഡ് എന്ന് പറയുന്നത്. അതേപോലെ ആസ്ക് എന്ന് പറയുകയാണെങ്കിൽ പ്രൈസ് അറ്റ് വിച്ച് ദി മാർക്കറ്റ് സെൽ ടു യു. മാർക്കറ്റ് വിൽക്കുന്ന പൈസയ്ക്ക് ആണ് നമ്മൾ സെല്ല് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ യൂറോ USD എന്നൊരു പേര് ബിഡ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 1.100 പിപ്പാന്ന് വിചാരിക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ബിഡ് പ്രൈസ് എന്ന് പറയുന്നത്. അതിൽ 1.1002 ആണ് നമ്മുടെ ആസ്ക് പ്രൈസ്. ഇതിപ്പോൾ നിങ്ങൾ വിചാരിക്കൊരു 2 പിപ്പിൻ്റെ ഡിഫറൻസ് അതിലുണ്ടല്ലോ. ഈ 2 പിപ്പിൻ്റെ ഡിഫറൻസ് ആണ് സ്പ്രെഡ് എന്ന് പറയുന്നത്. അപ്പോൾ സ്പ്രെഡ് എന്താണ് നമ്മൾ മുൻപോട്ട് വരുമ്പോഴത്തേനുള്ള അല്ലെങ്കിൽ ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയാം. എന്താണ് ബിഡ്, എന്താണ് ആസ്ക് എന്ന് മനസ്സിലായിക്കാണ്. ബിഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബിഡ് ചെയ്യുന്ന പ്രൈസിന് നമ്മൾ മാർക്കറ്റ് ഇത്ര രൂപയ്ക്ക് മേടിച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ട് ബിഡ് ചെയ്യുന്ന പ്രൈസിനെയാണ് ബിഡ് പ്രൈസ് അല്ലെ ബിഡ് എന്ന് പറയുന്നത്. അതായത് ആസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് ചോദിക്കും ഇത്ര രൂപയ്ക്കാണ് അവർ വിൽക്കുന്നത്, ആ പൈസ നമ്മളോട് തരാൻ പറയുന്നതിനാണ് ആസ്ക് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡ് ചെയ്യുന്ന നമ്മളിവിടെ പോയിന്റ്സ് ആയിട്ട് നമ്മളിവിടെ പ്രൈസ് ഫ്ലക്ച്വേഷൻ പ്രൈസ് മൊമെൻറ്റത്തിൽ നമ്മൾ പോയിന്റ്സ് ആയിട്ടും പ്രൈസ് ആയിട്ടാണ് പറയുന്നത്. ബട്ട് ഫോറക്സിലേക്ക് വരുമ്പോൾ അതിനെ പറയുന്നത് പിപ്പായിട്ടാണ്. ദ സ്മോളസ്റ്റ് പ്രൈസ് മൂവ്മെൻറ്റ് ഇൻ എ കറൻസി പെയർ ടിപ്പിക്കലി ദി 4th ഡെസിമൽ പോയിന്റ്. അപ്പോൾ ചെറിയ ചെറിയ പ്രൈസ് മൊമെൻറ്റത്താണ് ഇവിടെ പിപ്പ് എന്ന് പറയുന്നത്, പിപ്പ് മൊമെൻറ്റം എന്ന് പറയുന്നത്. അപ്പോൾ മിക്ക കറൻസി പെയേഴ്സിൽ അതിൽ 4ാമത്തെ ഡെസിമൽ പോയിൻ്റാണ് പിപ്പ് എന്ന് കൺവേ ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് 0.0001. അപ്പോൾ ആ 1 വരെ അതാണ് പിപ്പ് പോയിന്റ് എന്ന് പറയുന്നത്. പിന്നെ ചില JPY പോലത്തെ കറൻസി പെയേഴ്സിന് അതിന് 3rd പോയിൻ്റായിട്ടും വരാൻ സാധ്യതയുണ്ട്. 2ാമത്തെ ടൈപ്പിംഗ് മിസ്റ്റേക്കാണ്, മേളത്തെ പോയിന്റ് തന്നെയാണ് താഴെ അടിച്ചു വെച്ചേക്കുന്നത്. അപ്പോൾ പിപ്പ് എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായേക്കാണ്. PY അതേപോലത്തെ കറൻസി പെയേഴ്സിനൊക്കെ 3ാമത്തെ സംഖ്യയും അതേപോലെ യൂറോ USD തുടങ്ങിയ കറൻസി പെയേഴ്സിൽ 4ാമത്തെ ഡെസിമൽ പോയിന്റ്സ് ആണ് പിപ്പ് എന്ന് പറയുന്നത്. 0.0011 അതേപോലെ 0.002. 1ൽ നിന്ന് 2ലേക്ക് ഒരു മൊമെൻറ്റം വന്നാൽ നമ്മൾ പറഞ്ഞു ഒരു പിപ്പ് മൊമെൻറ്റം സംഭവിച്ചു എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ലിവറേജ്. ലിവറേജ് എന്നിട്ട് ട്രേഡിങ്ങിലേക്ക് വന്നവർ അല്ലെങ്കിൽ കുറച്ച് ആൾക്കാരൊക്കെ കേട്ടിട്ടുണ്ട്. ലിവറേജ് എന്ന് വെച്ചാൽ ബോറോഡ് ഫണ്ട് ടു ഇൻക്രീസ് യുവർ പൊസിഷൻ സൈസ്, ഹയർ ലിവറേജ് ഹയർ റിസ്ക്. ഓക്കെ, അപ്പോൾ പൊസിഷൻ നമ്മൾ ഇപ്പോൾ ഒരു 1000 രൂപ ക്യാപിറ്റൽ ഉള്ളൂ എന്ന് വിചാരിക്കും.
അപ്പോൾ നമുക്കൊരു 1:50 ലിവറേജ് ബ്രോക്കർ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ബ്രോക്കർ തരുന്നൊരു എക്സ്ട്രാ ക്യാപിറ്റലിനാണ് ലിവറേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് മനസ്സിലാക്കണം, ബ്രോക്കറേജ് തരുന്നൊരു എക്സ്ട്രാ ക്യാപിറ്റലാണ്. ഓക്കെ. അപ്പോൾ ഒരു 1:50 നമുക്കൊരു ലിവറേജ് ഉണ്ടെങ്കിൽ നമ്മുടെ 1000 ക്യാപിറ്റൽ, ബട്ട് നമ്മുടെ ക്യാപിറ്റൽ ഒരു 50,000 ആയിട്ട് ഗ്രോ ആകുന്നതായിരിക്കും. ഗ്രോ ആകുന്ന വെച്ചാൽ നമുക്കത് ബാലൻസിൽ കാണിക്കത്തില്ല, നമുക്ക് വിഡ്രോ ചെയ്യാനും പറ്റത്തില്ല. ബട്ട് നമുക്കൊരു 50,000 അടുത്ത് ട്രേഡ് നമുക്ക് എടുക്കാൻ പറ്റുന്നതായിരിക്കും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു 1000 ട്രേഡാണ് എടുക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമുക്കൊരു 1:50 ഒരു ലിവറേജ് ഉണ്ടെങ്കിൽ നമുക്ക് 1000 ഒരു സ്റ്റോക്കേ നമുക്ക് മേടിക്കാൻ പറ്റത്തുള്ളൂ, 1000 ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ. ബട്ട് നമുക്ക് 1:50 ലിവറേജ് എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 1000 50 സ്റ്റോക്കുകൾ മേടിക്കാൻ സാധിക്കുന്നതായിരിക്കും. മനസ്സിലായി, 50 സ്റ്റോക്കുകൾ മേടിക്കുക. അപ്പോൾ നമ്മൾ വിചാരിക്കും, അപ്പോൾ ലോസ് വരികയാണ് നമ്മൾ എങ്ങനെയാണ്? അപ്പോൾ ലോസ് വരിക നമ്മുടെ ക്യാപിറ്റൽ ഫുള്ള് വാനിഷ് ഔട്ട് ആവുന്നത് ആയിരിക്കും. അപ്പോൾ അതെങ്ങനെ കൺവേ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരിക്കലും ഒരു 1:50 ഒക്കെ ഒരു ലിവറേജ് ഒന്നും എടുക്കാൻ പോകല്ല്. 1:1 1:5 അല്ല 1:10 ഒക്കെ മാക്സിമം എടുക്കാവുള്ളൂ. നിങ്ങളിങ്ങനെ ട്രേഡ് നല്ല എക്സ്പേർട്ട് ആയെങ്കിൽ മാത്രമേ ലിവറേജ് ഇട്ട് ട്രേഡ് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. കൃത്യമായ സ്റ്റോപ്പ് ലോസുകൾ മെയിൻറ്റെയിൻ ചെയ്യണം, അല്ലെങ്കിൽ ഹ്യൂജ് ലോസുകൾ വരാൻ സാധ്യതയാണ്. ഹയർ ലിവറേജ് ഈക്വൽസ് ടു ഹയർ റിസ്ക് എന്ന് ഞാൻ ആദ്യം പറഞ്ഞുതരാം. അതേപോലെ തന്നെ കൂടുതൽ ലിവറേജ് എടുത്താൽ കൂടുതൽ റിസ്ക് കൂടാനും സാധ്യത ഉണ്ട്. നെക്സ്റ്റ് ലോട്ട് സൈസാണ്. സ്റ്റോക്ക് മാർക്കറ്റ് ഓപ്ഷൻസ് ട്രേഡ് ചെയ്യുന്നവരാണ് അറിയാം, നമ്മളിവിടെ സ്റ്റോക്കുകൾ മേടിക്കുന്നത് ഓരോ ലോട്ട് സൈസ് ആയിട്ടായിരിക്കും. അതേപോലെ ഫോറക്സ് മാർക്കറ്റിലേക്ക് വരുമ്പോൾ ബൈ ചെയ്യുന്നതും സെൽ ചെയ്ത ലോട്ട് സൈസിലായിരിക്കും. അപ്പം മെയിൻലി 3 ലോട്ട് സൈസുകളാണ് ഉള്ളത്. ഫസ്റ്റ് വൺ സ്റ്റാൻഡേർഡ് ലോട്ട്. സ്റ്റാൻഡേർഡ് ലോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1,00,000 യൂണിറ്റ്സ് ഓഫ് കറൻസി പേഴ്സിനെ നമ്മൾ സ്റ്റാൻഡേർഡ് ലോട്ട് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ രണ്ടാമത്തെ മിനി ലോട്ട്. മിനി ലോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10,000 യൂണിറ്റ്സ് ഓഫ് കറൻസി പേഴ്സാണ്. അതെന്ന് വെച്ചാൽ നമ്മുടെ സ്റ്റാൻഡേർഡ് ലോട്ടിൻ്റെ 10%യാണ് മിനി ലോട്ട് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് മൈക്രോ ലോട്ട്. മൈക്രോ ലോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ മിനി ലോട്ടിൻ്റെ 10%, എന്ന് വെച്ചാൽ 1000 യൂണിറ്റ്സ് ഓഫ് കറൻസി പേഴ്സാണ്. നാനോ ലോട്ട് എന്ന് പറഞ്ഞ ലോട്ട് കൊണ്ട് അത് 100 യൂണിറ്റ്സ് ഓഫ് കറൻസി പേഴ്സാണ്. ലോട്ട് സൈസ് കൺവേ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഇപ്പോഴത്തെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് എന്താണ് അതേ ഇൻറ്റു എത്ര യൂണിറ്റ്സ് ആണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്, അതിന് കറണ്ട് പ്രൈസിൽ ലാസ്റ്റ് ട്രേഡ് പ്രൈസിൽ LTP ആയിട്ട് വരുന്നത്. തുടക്കക്കാരായിട്ടുള്ള ആൾക്കാർ നാനോ ലോട്ടിലും മൈക്രോ ലോട്ടിലും ട്രേഡ് ചെയ്യുക. പിന്നെ സ്റ്റാൻഡേർഡ് ലോട്ടിലും മിനി ലോട്ടിലും ട്രേഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റും കൂടുതലായിരിക്കും, അതുപോലെ ലോസും കൂടുതലായിരിക്കും. അല്ല മൈക്രോ ലോട്ടിലേക്ക് വരുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റും കുറവായിരിക്കും, അതേപോലെ ലോസും കുറവായിരിക്കും. പിന്നെ എങ്ങനെ ട്രേഡ് ചെയ്താൽ കൃത്യമായിട്ടുള്ള റിസ്ക് മാനേജ്മെൻറ്റോടെ ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ഹ്യൂജ് ലോസുകൾ വരാനും സാധ്യത ഉണ്ട്. നെക്സ്റ്റ് വൺ എന്താണ് സ്പ്രെഡ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു എന്താണ് സ്പ്രെഡ് എന്ന് നമ്മൾ മുൻപോട്ട് വരുമ്പോൾ പറഞ്ഞത്. കുറേ ബ്രോക്കേഴ്സ് ഉണ്ട്, ഈ ബ്രോക്കേഴ്സിലാണ് നമ്മൾ ട്രേഡ്. അപ്പോൾ ഈ ബ്രോക്കേഴ്സ് എങ്ങനെയാണ് പ്രോഫിറ്റ് ഉണ്ടാകുന്നത്, ബ്രോക്കേഴ്സിന് എന്താണ് ലാഭം എന്ന് ചോദിച്ചാൽ അവരുടെ ലാഭത്തിന് പറഞ്ഞാൽ സ്പ്രെഡ് എന്ന് പറയുന്നത്. ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ബിഡ് ആൻഡ് ആസ്ക് പ്രൈസ് റെപ്രസെൻറ്റ് ദി ബ്രോക്കേഴ്സ് പ്രോഫിറ്റ്. ആദ്യം തന്നെ ഞാൻ പറഞ്ഞിപ്പോൾ ഇപ്പോൾ USD എന്നൊരു പെയർ ബിഡ് ചെയ്യുകയാണ്. അപ്പോൾ 1.100 ബിഡ് ചെയ്ത് അതേപോലെ നമുക്ക് കിട്ടുന്നത് 1.1002 കിട്ടുന്നത് എന്ന് വിചാരിക്കും. ഇത് തമ്മിലുള്ള ഡിഫറൻസ് ഒരു 2 പിപ്സിൻ്റെ ഡിഫറൻസ് ഉണ്ട്. ഈ 2 പിപ്സിൻ്റെ ഡിഫറൻസിന് നമ്മൾ സ്പ്രെഡ് എന്ന് പറയാം. ഈ 2 പിപ്സിൻ്റെ ഡിഫറൻസാണ് ബ്രോക്കറിന് ബ്രോക്കറേജ് ആയിട്ട് കിട്ടുന്നത്, അല്ല അവരുടെ പ്രോഫിറ്റ് അല്ലെങ്കിൽ അവരുടെ എക്സ്പെൻസ് റേഷ്യോ എന്ന് പറയുന്നത്. അപ്പോൾ പല ബ്രോക്കേഴ്സും പല സ്പ്രെഡായിരിക്കും. ഇപ്പോൾ ഞാൻ പറഞ്ഞ 2 പിപ്പ് മാത്രമല്ല, പല ബ്രോക്കേഴ്സും പല സ്പ്രെഡായിരിക്കും. അപ്പോൾ അതൊക്കെ നിങ്ങളൊരു ബ്രോക്കർ ചൂസ് ചെയ്യുമ്പോൾ അത് ആദ്യം തന്നെ മനസ്സിലാക്കേണ്ട കാര്യമാണ്. എത്രയാണ് സ്പ്രെഡ് എന്നൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. പിന്നെ എങ്ങനെ ഒരു ബ്രോക്കർ സെലക്ട് ചെയ്യാം എന്നൊക്കെ നമ്മൾ മുൻപോട്ട് വരുമ്പോൾ പറഞ്ഞു തരുന്നത് ആയിരിക്കും. ഇനി ട്രേഡിംഗ് സെക്ഷൻസ്. നമ്മളിപ്പോൾ ഇന്ത്യൻ മാർക്കറ്റ് ട്രേഡ് ചെയ്യുന്നതിനുള്ള പൊതുവെ അങ്ങനെ സെക്ഷൻസ് ഒന്നും അങ്ങനെ കാണത്തില്ല. ഈ ഫോറക്സ് മാർക്കറ്റ് 24/5 ഉള്ളൊരു മാർക്കറ്റാണ്. അതെന്ന് വെച്ചാൽ 24 മണിക്കൂറും ഓപ്പൺ ആയിട്ടുള്ള മാർക്കറ്റാണ്. 5 വർക്കിംഗ് ഡേയ്സിന് ഓപ്പൺ ആയിട്ടുള്ള മാർക്കറ്റ്. മെയിൻലി ഇതിനകത്ത് 4 സെക്ഷൻസ് ആണ് ഉള്ളത്. ഒന്ന് സിഡ്നി, ടോക്കിയോ, ലണ്ടൻ, ന്യൂയോർക്ക് എന്ന് പറയും. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ വോളിയൂം ഓഫ് ട്രേഡ് നടക്കുന്ന ടോക്കിയോയിലും ലണ്ടനിലും ന്യൂയോർക്ക് സെക്ഷനിലുമാണ്. ഇത് തമ്മിലൊരു ഓവർലാപ്പ് സെക്ഷൻസ് ഉണ്ട്. വിൻ്റർ ടൈമിൽ അതുപോലെ സമ്മർ ടൈം ഈ ഓവർലാപ്പ് സെക്ഷൻസ് ചെറിയ ചെറിയ ഡിഫറൻസ് ഉണ്ടാകും. എന്നാൽ പോലും നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ സെക്ഷൻസ് മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരിക്കും. അതിൽ നിങ്ങൾ ട്രേഡിംഗ് വ്യൂ പോലത്തെ ആപ്ലിക്കേഷൻസ് ഉപയോഗിക്കണം. അതിനകത്ത് ഇൻഡിക്കേറ്റേഴ്സ് ടാബിൽ പോയതിനു ശേഷം സെക്ഷൻസ് എന്ന് അടിച്ചു കൊടുക്കണം. നിങ്ങൾക്ക് ഒരു ഇൻഡിക്കേറ്റർ വരുന്നതായിരിക്കും. സെക്ഷൻസ് ഓരോന്നും നമ്മുടെ ചാർട്ടിൽ കാണിക്കുന്നത് ആയിരിക്കും. ആ ഇൻഡിക്കേറ്റർ നമുക്കവിടെ ഓവർലാപ്പ് ലണ്ടൻ, ന്യൂയോർക്ക് ഓവർലാപ്പ് ചെയ്യുന്ന സെക്ഷൻസൊക്കെ നമുക്കവിടെ കാണാൻ സാധിക്കുന്നതായിരിക്കും. ഈ ടൈമിലാണ് ഏറ്റവും കൂടുതൽ വോളിയം മാർക്കറ്റ് ബിൽഡ് ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ ട്രേഡ് ഓവർലാപ്പ് നടക്കുന്ന ഈ സെക്ഷൻസുകളായിരിക്കും. അപ്പോൾ ടോക്കിയോ, ലണ്ടൻ, ന്യൂയോർക്ക് സെക്ഷനാണ് കൂടുതൽ ട്രേഡുകൾ നടക്കുന്നത്. സിഡ്നിയിൽ
അത്യാവശ്യം ട്രേഡും കാര്യങ്ങളൊക്കെ നടക്കുന്നതാണ്. ഓരോ സെക്ഷൻസ് നമ്മൾ ഓവർലാപ്പ് ടൈമിൽ ഈ ടൈമിൽ നല്ല രീതിയിൽ വോളിയം മാർക്കറ്റ് മൗണ്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. അത് നിങ്ങൾക്ക് ജസ്റ്റ് വോളിയം പോലത്തെ ഇൻഡിക്കേറ്റേഴ്സൊക്കെ ട്രേഡിംഗ് വ്യൂ പോലത്തെ സോഫ്റ്റ്വെയർസ് നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്നത് ആയിരിക്കും. നെക്സ്റ്റ് റിസ്ക് മാനേജ്മെൻറ്റ്. ഞാൻ ആദ്യം തന്നെ പറഞ്ഞു ലിവറേജ് എന്നൊരു കാര്യം ഈ ഫോറക്സ് മാർക്കറ്റിലേക്ക് ഒരു വളരെ നല്ലൊരു കാര്യം, അതുപോലെ വളരെ ദൂഷ്യവശമുള്ളൊരു സാധനമല്ല. ഡബിൾ സൈഡഡ് സോഡാണ് ലിവറേജ്. അപ്പോൾ നമ്മൾ റിസ്ക് മാനേജ്മെൻറ്റ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഫോറക്സ് മാർക്കറ്റിലേക്ക് വരുമ്പോൾ ഫോറക്സ് ട്രേഡിങ്ങിലേക്ക് വരും. കൃത്യമായിട്ട് സ്റ്റോപ്പ് ലോസും അതുപോലെ ലോട്ട് സൈസ് കാൽക്കുലേറ്റർ ലിമിറ്റ് റിസ്ക്കും ഒക്കെ കൃത്യമായിട്ട് ഫോളോ ചെയ്യും. അപ്പോൾ ഒരു ട്രേഡ് എടുക്കുമ്പോൾ ഒരു 10 വിപ്പോ 5 വിപ്പോ അല്ലെങ്കിൽ 20 വിപ്പോ 25 വിപ്പോ എത്ര പിപ്പാണ് നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് എന്നൊരു ട്രേഡിലേക്ക് എൻട്രി ചെയ്യുന്ന മുമ്പ് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയത്. പിന്നെ ന്യൂസ് ടൈമുകൾ ഒരിക്കലും ട്രേഡ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ഹ്യൂജ് ലോസുകൾ വരാൻ സാധ്യതയുണ്ട്. യൂറോ USD JPY USD അങ്ങനെയുള്ള കറൻസി പെയേഴ്സിൻ്റെ ചാർട്ട്സ് ഒന്ന് എടുത്ത് നോക്കുന്നത് നല്ലതായിരിക്കും. നിങ്ങൾക്ക് ഇതിൻ്റെ അകത്തൊരു ഹ്യൂജ് ക്യാൻഡിൽസുകൾ ഉണ്ടാകും. നിങ്ങൾക്ക് കാണാം ഹ്യൂജ് ക്യാൻഡിൽസ്. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട്, തുടക്കക്കാർക്ക് ഡൗട്ട് ഇതെന്താണ് ഇങ്ങനെ ഹ്യൂജ് ക്യാൻഡിൽസ് വരുന്നത്. അപ്പോൾ നിങ്ങൾ ആ ടൈം, അത് നമ്മളിപ്പോൾ ക്യാൻഡിൽ ലോങ് പ്രസ് ചെയ്യാൻ നമുക്ക് ആ ടൈം കാണാൻ സാധിക്കും. അപ്പോൾ ആ ടൈം ആ കറൻസി പെയർ ഏതാണ് അത് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുക. എന്താണ് ആ ടൈമിനുണ്ടായ ഒരു ഫ്ലക്ച്വേഷന് കാരണം, അല്ല എന്താണ് ആ ടൈമിനുണ്ടായ ന്യൂസ് എന്ന് ഒന്ന് സെർച്ച് ചെയ്യുകയാണ് നിങ്ങൾക്ക് മനസ്സിലാകും. എന്തെങ്കിലും ന്യൂസ് വരുമ്പോഴായിരിക്കും ഇതേപോലെ ഹൈ അപ്സൈഡ് മൊമെൻ്റ് അല്ലെങ്കിൽ ഹൈ ഡൗൺ സൈഡ് മൊമെൻ്റ് ഓരോ ക്യാൻഡിലും ഉണ്ടാകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ കൃത്യമായിട്ട് റിസ്ക് മാനേജ് ചെയ്ത് നിങ്ങൾ 1:1 1:2 1:5 എത്രയാണ് നിങ്ങൾ മാനേജ് അത് കൃത്യമായിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾ എങ്ങനെയാണെങ്കിലും ട്രേഡ് ചെയ്യുമ്പോൾ എന്താണ് നിങ്ങളുടെ റൂൾസ്, ആ റൂൾസ് കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. അത് എങ്ങനെയാണെങ്കിലും ഇപ്പോൾ സ്റ്റോപ്പ് ലോസ് ഇല്ലാത്തൊരു ട്രേഡ് എടുക്കില്ല, എക്സ്പെക്റ്റഡ് പ്രോഫിറ്റ് ആണ്, ഒരു 1:2 ആണ് എടുക്കുക. അപ്പോൾ നിങ്ങൾക്കൊരു 10 വിപ്പാണ് നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് എങ്കിൽ ഒരു 20 വിപ്പായിരിക്കും നിങ്ങളുടെ ടാർഗറ്റ്. ഈ 20 വിപ്പ് ടാർഗറ്റ് എത്ര നിങ്ങൾ ടാർഗറ്റ് എടുക്കാനല്ലെങ്കിൽ അവിടുന്ന് പ്രോഫിറ്റിൽ ഇറങ്ങാനും ശ്രമിക്കുക. അല്ലെങ്കിൽ ഇത്രയുള്ള മാർക്കറ്റ് മൂവ്മെൻറ്റ് ചെയ്യണമെങ്കിൽ ആ 20 പിപ്പിൻ്റെ അവിടെയായിട്ട് നിങ്ങൾ സ്റ്റോപ്പ് ലോസ് ട്രയൽ ചെയ്ത് വെക്കാൻ ശ്രമിക്കുക. അല്ലാതെ നിങ്ങൾ വീണ്ടും 10 വിപ്പിൽ തന്നെ വെക്കുകയും കുറച്ചും കൂടി മൊമെൻറ്റ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുകയും അത്ര മൊമെൻറ്റ് കിട്ടാതെ വരികയും വീണ്ടും അതൊരു ബ്രേക്ക് ഈവനിലോ അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് അടിച്ച് പോവുകയാണ്. ഈ കൃത്യ റിസ്ക് മാനേജ്മെൻറ്റ് നടക്കത്തില്ല. നിങ്ങൾ ഗ്രാജുവലി ലോസ് വരുന്ന ഒരു ട്രേഡർ ആകാനും സാധ്യതയുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് റിസ്ക് മാനേജ്മെൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. നെക്സ്റ്റ് മാർക്കറ്റ് അനാലിസിസ് ആണ്. അപ്പോൾ കൃത്യമായിട്ട് മാർക്കറ്റ് അനാലിസിസ് നിങ്ങൾ പഠിച്ച് ട്രേഡിങ്ങിലേക്ക് വരുമ്പോൾ ഫോറക്സ് ട്രേഡിങ്ങിലേക്ക് വരുമ്പോൾ കൃത്യമായിട്ട് മാർക്കറ്റിനെ കുറിച്ച് മനസ്സിലാക്കണം. മെയിൻലി നമുക്കൊരു ടെക്നിക്കൽ അനാലിസിസ് ഉണ്ട്, ഫണ്ടമെൻ്റൽ അനാലിസിസ് ഉണ്ട്. അപ്പോൾ ടെക്നിക്കൽ അനാലിസിസ് എന്ന് വെച്ചാൽ നമ്മൾ ചാർട്ട്സും ഇൻഡിക്കേറ്റേഴ്സും സ്ട്രാറ്റജീസൊക്കെ ഉപയോഗിച്ച് ട്രേഡ് എന്ന ടെർമിനോളജിയാണ് ടെക്നിക്കൽ അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് കുറേ സ്ട്രാറ്റജീസ് ഉണ്ട്. SMC ഉപയോഗിച്ച് ട്രേഡ് ചെയ്യുന്നവരുണ്ട്, ICT ഉപയോഗിച്ച് ട്രേഡ് ചെയ്യുന്നവർ, അത് സപ്പോർട്ട് റെസിസ്റ്റൻസ് സപ്ലൈ ആൻഡ് ഡിമാൻഡ് ഇൻഡിക്കേറ്റേഴ്സ് മാത്രം ഉപയോഗിച്ച് അല്ലെങ്കിൽ ന്യൂസ് ബേസ് ചെയ്ത് ട്രേഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ പലധികം സ്ട്രാറ്റജീസ് ഉപയോഗിച്ച് ട്രേഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ ചാർട്ട്സിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ പാറ്റേൺ നോക്കി ട്രേഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഓരോ ക്യാൻഡിൽ ഫോർമേഷൻ നോക്കി ട്രേഡ് ചെയ്യുന്നവരുണ്ട്. അത് ഇൻഡിക്കേറ്റേഴ്സിൻ്റെ സഹായത്തോടെ ട്രേഡ് ചെയ്യും. ഇപ്പോൾ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ വോളിയം ഇൻഡിക്കേറ്റേഴ്സ്, MACD RSI തുടങ്ങിയ ഇൻഡിക്കേറ്റേഴ്സിൻ്റെ ഒക്കെ സഹായത്തോടെ ട്രേഡ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ഇങ്ങനെ ട്രേഡ് ചെയ്യുന്ന ടെർമിനോളജി നമ്മൾ ടെക്നിക്കൽ എന്ന് പറയും. അത് ഫണ്ടമെൻ്റൽ അനാലിസിസ് ഫ്ലോ എക്കണോമിക് ന്യൂസസ്. ഞാൻ പറഞ്ഞ ന്യൂസ് ബേസ് ചെയ്ത് ട്രേഡ് ചെയ്യുന്നവർ ഈ ഫോറക്സ് മാർക്കറ്റിലുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് ന്യൂസ് അനലൈസ് ചെയ്യാൻ അറിയണം. അല്ലാത്ത തുടക്കക്കാരായ ആൾക്കാരൊന്നും ഫണ്ടമെൻ്റലായിട്ടല്ല ന്യൂസ് ബേസ് ട്രേഡ് ചെയ്ത് പോകല്ലേ. കാരണം അങ്ങനെ ട്രേഡ് ചെയ്യാൻ ഹ്യൂജ് ലോസസ് വരാൻ സാധ്യതയുണ്ട് തുടക്കക്കാർക്ക്. അപ്പോൾ കൃത്യമായിട്ട് ന്യൂസ് ബേസ് ചെയ്ത് ട്രേഡ് ചെയ്യുന്നവരാണെങ്കിൽ ഒരു ന്യൂസ് വരികയാണ്. അപ്പോൾ ആ ന്യൂസിനെ നിങ്ങൾ വായിക്കുക, മനസ്സിലാക്കുക, അതിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുക, അതിനെ അനലൈസ് ചെയ്യുക, അതിനുശേഷം എങ്ങനെ മാർക്കറ്റ് അതിനെ റിയാക്ട് ചെയ്യും എന്ന് മനസ്സിലാക്കുക ആണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ട്രേഡുകൾ പിക്ക് ചെയ്യാൻ ഹ്യൂജ് പ്രോഫിറ്റുകൾ ഉണ്ടാക്കാൻ സാധിക്കുന്നതായിരിക്കും. പിന്നെ ന്യൂസിൽ ട്രേഡ് ചെയ്യുമ്പോൾ ഹ്യൂജ് ലോസ് ആയിരിക്കും വരുന്നത്. കാരണം ഒറ്റയടിക്കുക എന്നൊക്കെ പറയും. കാരണം നമുക്കൊരു സ്റ്റോപ്പ് ലോസ് നമ്മൾ ഇത്ര പിപ്പ് വെച്ച് കാണാം, ബട്ട് അവിടെ ഒന്നും നമുക്ക് സ്റ്റോപ്പ് ലോസ് കിട്ടാൻ സാധ്യതയില്ല. ഡൗൺ സൈഡ് മൊമെൻ്റ് ഉണ്ടാകുകയാണ്, ഹ്യൂജ് ലോസിലൊക്കെ ഒന്നായിരിക്കും അടിക്കുന്നത്. അതുകൊണ്ട് ഫണ്ടമെൻ്റൽ അനാലിസിസിലേക്ക് വരുമ്പോൾ ന്യൂസ് കൃത്യമായി മനസ്സിലാക്കുക. പിന്നെ നിങ്ങൾ ടെക്നിക്കൽ അനാലിസിസ് എല്ലാം ഫോളോ ചെയ്ത് ഒരു ട്രേഡ് എടുക്കുന്ന മുമ്പ് ഇപ്പോൾ യൂറോ USD ഒരു ട്രേഡ് എടുക്കുകയാണെങ്കിൽ നമുക്ക് കുറേയധികം വെബ്സൈറ്റ് ഉണ്ട്. ആ വെബ്സൈറ്റിൻ്റെ സഹായത്തോടെ നോക്കുക. ഇനി അടുത്തപ്പോൾ നിങ്ങളൊരു 6 മണിക്കാണ് ട്രേഡ് എടുക്കുന്നത്, 6 മണി ടൈമിൽ നിങ്ങൾ ട്രേഡ് എടുക്കാൻ ആഗ്രഹിച്ച് ഫോറക്സ് ന്യൂസ് ആയിട്ട് ബന്ധപ്പെട്ട വെബ്സൈറ്റിൽ പോയതിനു ശേഷം എന്തെങ്കിലും ന്യൂസസ് ഇനി വരാനുണ്ടോ എന്ന് നോക്കുക. അപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു 8 മണിക്ക് അല്ലെങ്കിൽ ഒരു 7 മണിക്കൊരു ന്യൂസ് വരാൻ ഉണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു 6 മണിക്കൂർ ട്രേഡ് എടുക്കുക ഹൈ റിസ്ക് ആണ്. ബട്ട് ഇന്ന് പ്രത്യേകിച്ച് ന്യൂസ് ഉണ്ടെങ്കിൽ നാളെ ന്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ ട്രേഡ് എടുക്കാം. വലിയൊരു സ്പ്ലിറ്റ് ഓഫ് ദി മൊമെൻ്റ് ന്യൂസ് ബേസിസ് വരാൻ സാധ്യത കുറവായിരിക്കും.
അതുകൊണ്ട് കൃത്യമായിട്ട് ഫണ്ടമെൻ്റൽ അനാലിസിസും ടെക്നിക്കൽ അനാലിസിസും പഠിക്കുക. ട്രേഡിങ്ങിലേക്ക് വരുമ്പോൾ കൃത്യമായിട്ട് നിങ്ങൾ ഡെമോ ട്രേഡ് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. നെക്സ്റ്റ് വൺ അതാണ് സ്റ്റാർട്ട് വിത്ത് ഡെമോ അക്കൗണ്ട്. ഒരിക്കലും നിങ്ങളൊരു ക്യാപിറ്റൽ ഇട്ട് ട്രേഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ആദ്യം പ്രാക്ടീസ് ആയിട്ട് ട്രേഡ് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. പ്രാക്ടീസ് അക്കൗണ്ട് വിത്ത് വെർച്വൽ മണി ടു ലേൺ ട്രേഡിംഗ് വിത്തൗട്ട് ഫൈനാൻഷ്യൽ റിസ്ക്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ MT4 MT5 പോലത്തെ പ്ലാറ്റ്ഫോമുകൾ, ഈ പ്ലാറ്റ്ഫോമിൻ്റെ സഹായത്തോടെ നിങ്ങൾക്ക് കുറേയധികം ഡെമോ അക്കൗണ്ട്സ്, അപ്പോൾ നിങ്ങൾ ഭാവിയിൽ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ ഭാവിയിൽ ഏത് ഫോറക്സ് ബ്രോക്കറാണ് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നത് ആ ബ്രോക്കറിൻ്റെ ഡെമോ അക്കൗണ്ടുകൾ കിട്ടാൻ സാധ്യതയുണ്ട്. അത് നിങ്ങൾക്ക് അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയാൽ കിട്ടുന്നതായിരിക്കും. അതേപോലത്തെ ഡെമോ അക്കൗണ്ടുകൾ ഉപയോഗിച്ച് നിങ്ങൾ ട്രേഡ് ചെയ്യുക. കുറച്ച് നാളത്തേക്ക് നിങ്ങൾ ഡെമോ അക്കൗണ്ടുകൾ ഉപയോഗിച്ച് ട്രേഡ് ചെയ്യുക. വെർച്വൽ മണി ഉപയോഗിച്ച് ട്രേഡ് ചെയ്യുക. നിങ്ങൾക്ക് പ്രത്യേകിച്ച് ലോസ് ഒന്നും ഉണ്ടാകത്തില്ല. എന്നാലും നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ മൊമെൻറ്റം വരുന്നത്, എത്ര രൂപയുടെ ലോസാണ്, എത്ര ഫിഗേഴ്സാണ് വരുന്നതൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരിക്കും. പിന്നെ എൻഡ് ഓഫ് ദി ഡേ നമ്മുടെ കയ്യിലുള്ള നമ്മുടെ റിയൽ മണി വെച്ച് ട്രേഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇമോഷൻ വർക്കൗട്ട് ആകത്തുള്ളൂ. എന്നാലും തുടങ്ങുമ്പോൾ വളരെ ചെറിയ ക്യാപിറ്റലിൽ വെച്ച് ട്രേഡ് ചെയ്യാൻ തുടങ്ങുക. ഒരു $100 അല്ലെങ്കിൽ $500 താഴെ മാത്രം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുക. നെക്സ്റ്റ് വൺ ബ്രോക്കറേജ് സെലക്ഷനാണ്. നമുക്കറിയാം കുറേ അധികം ബ്രോക്കേഴ്സ് ഇന്ത്യയിലുണ്ട്. അപ്പോൾ കുറേയധികം റെഗുലേഷൻസ് ഉണ്ട്. ഇപ്പോൾ ചില ബ്രോക്കേഴ്സൊക്കെ നിങ്ങൾ നോക്കുമ്പോൾ അതിൻ്റെ അകത്ത് കാണിക്കുന്ന ചാർട്ടും അതിൽ ഒറിജിനൽ ചാർട്ടും തമ്മിൽ രാപ്പകൽ വ്യത്യാസം. അധികം ഫേക്ക് ബ്രോക്കേഴ്സ് ഫോറക്സ് ട്രേഡിങ്ങിലേക്കുണ്ട്. അപ്പോൾ കൃത്യമായിട്ടൊരു ബ്രോക്കർ സെലക്ട് ചെയ്യുമ്പോൾ ചൂസ് എ റെഗുലേറ്റഡ് ബ്രോക്കർ വിത്ത് ലോ സ്പ്രെഡ്. ഈ ഫോറക്സ് ബ്രോക്കേഴ്സ് പലതും റെഗുലേറ്റഡ് ആയിട്ടുള്ള ബ്രോക്കേഴ്സ് ഉണ്ട്. ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ നോക്കുകയാണെങ്കിൽ നമുക്ക് സീറോദ, ആപ്സ്റ്റോക്സ് പോലത്തെ പ്ലാറ്റ്ഫോം ഉണ്ട്. ഇതൊക്കെ റെഗുലേറ്റഡ് ബ്രോക്കേഴ്സാണ്. യൂറോപ്പിലും USA ഉപയോഗിക്കുന്ന ബ്രോക്കേഴ്സ് ഉണ്ട്. അപ്പോൾ അതുപോലത്തെ ബ്രോക്കേഴ്സ് കൃത്യമായിട്ട് നിങ്ങൾ യൂസ് ചെയ്യുക. പിന്നെ ഏത് ബ്രോക്കർ എടുക്കുമ്പോൾ അവരുടെ കസ്റ്റമർ കെയർ സപ്പോർട്ട് ഉണ്ടോ എന്ന് നോക്കുക. FAC എന്ന് വെച്ചാൽ ഫൈനാൻഷ്യൽ കണ്ടക്ട് അതോറിറ്റി, ഫോറക്സ് മാർക്കറ്റിൻ്റെ ഈ ബ്രോക്കേഴ്സിനെ റെഗുലേറ്റ് ചെയ്യുന്നൊരു അതോറിറ്റിയാണ്. NFA നാഷണൽ ഫ്യൂച്ചേഴ്സ് അസോസിയേഷൻ ലൈസൻസിങ് ഒക്കെ ഉണ്ടോ എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ ലോ സ്പ്രെഡ് കുറവുള്ള ബ്രോക്കേഴ്സ് സെലക്ട് ചെയ്യും. പിന്നെ സ്പ്രെഡ് കുറവെന്ന് പറയാൻ ഏറ്റവും കുറവ് സ്പ്രെഡുകൾ എടുത്തതിന് ശേഷം ഒരു കസ്റ്റമർ കെയർ സപ്പോർട്ടോ അല്ലെങ്കിൽ ഈ കാണുന്ന ലൈസൻസിങ് ഒന്നും ഇല്ലാത്ത ഒരു പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ഒരു ബ്രോക്കർ നിങ്ങൾ എടുക്കുക, പൈസ പോകാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ കാണുന്ന ലൈസൻസിങ് എല്ലാം ഉള്ളതും അതേപോലെ സ്പ്രെഡ് കുറവുള്ളത് നല്ല റിവ്യൂസ് നിങ്ങൾക്ക് ഓൺലൈനിലും എഡിറ്റിലും വേറെ പോലത്തെ വെബ്സൈറ്റിലൊക്കെ പോകുകയാണെങ്കിൽ എന്താണ് ആ ബ്രോക്കേഴ്സ് ഉപയോഗിക്കുന്നവരുടെ അഭിപ്രായം, ഒരു റിവ്യൂ എന്താണെന്നൊക്കെ മനസ്സിലാക്കുക, അത് വായിക്കാനും ശ്രമിക്കുക. വെരിഫൈ റെഗുലേഷൻസ് ആൻഡ് ചെക്ക് ഫോർ ഫ്യൂച്ചർ ലൈക്ക് ഡെമോ അക്കൗണ്ട്സ്. ആദ്യം തന്നെ ഞാൻ പറഞ്ഞല്ലോ റിയൽ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യണമെന്നില്ല, ഒരു ഡെമോ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്താണ്. ഡെമോ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം പിന്നീട് അത് കുറച്ച് ഫണ്ട് ആഡ് ചെയ്ത് അത് ഒരു റിയൽ അക്കൗണ്ടിലേക്ക് ആയതിനു ശേഷം അതിലും ചെറിയ രീതിയിൽ ട്രേഡ് ചെയ്ത് പഠിക്കുക. പിന്നെ റെഗുലേഷൻസ് എല്ലാം ഫോളോ ചെയ്യുന്ന ബ്രോക്കേഴ്സ് ആണോ എന്നും കൂടെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. പിന്നെ ക്യാപിറ്റലിൻ്റെ കാര്യത്തിൽ സ്റ്റാർട്ട് വിത്ത് എ സ്മോൾ എമൗണ്ട് ടു ലേൺ ബിഫോർ കമ്മിറ്റിംഗ് മോർ ഫണ്ട്. വളരെ ചെറിയ എമൗണ്ടിൽ വളരെ ചെറിയ ക്യാപിറ്റലിൽ സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഒരു $100 $500 മാക്സിമം $500 അതിൻ്റെ താഴേക്ക് മാത്രം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാവുള്ളൂ. ഞാൻ പറയുന്നൊരു 30 ദിവസം നിങ്ങൾ ഡെമോ അക്കൗണ്ടിൽ ട്രേഡ് ചെയ്യുക. അതിനുശേഷം മാത്രം റിയൽ അക്കൗണ്ടിലേക്ക് മാറുക. റിയൽ അക്കൗണ്ടിലേക്ക് മാറുമ്പോൾ ഒരു $100 $150 $250 അങ്ങനെ ചെറിയ ക്യാപിറ്റൽ വെച്ച് ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ നിങ്ങളത് ക്യാപിറ്റൽ വെച്ച് ട്രേഡ് അത്യാവശ്യം നല്ല പ്രോഫിറ്റുകൾ ഉണ്ടാക്കി നല്ല രീതിയിൽ നിങ്ങളുടെ റൂൾസ് ചിലപ്പോൾ റിസ്ക് മാനേജ് ചെയ്യുകയും അതിൽ ടെക്നിക്കൽസ് ഫണ്ടമെൻറ്റൽസൊക്കെ കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ പറ്റുമ്പോൾ കൂടുതൽ ക്യാപിറ്റലുകൾ ആഡ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ നിങ്ങളൊരു ഹ്യൂജ് ക്യാപിറ്റൽ ഉപയോഗിച്ച് ട്രേഡ് ചെയ്യാൻ ആഗ്രഹിക്കുക, ഇപ്പോൾ $1,000 $2,000 ഒക്കെ ഉപയോഗിച്ച് ട്രേഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ബെറ്റർ നിങ്ങൾക്ക് ദുബായ് പോലത്തെ കൺട്രീസിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. നമുക്കിവിടെ കുറേ അധികം റെഗുലേഷൻസ് ഉണ്ട്. ഫോറക്സ് ട്രേഡിങ്ങിലേക്ക് വരുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഫോറക്സ് ട്രേഡിങ്ങിനെ കുറിച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ഒരു ഫ്രീ ആയിട്ടൊരു ബുക്ക് ഞാൻ ഈ വീഡിയോ അവസാനം തരാമെന്ന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞായിരുന്നു. അപ്പോൾ ആ ബുക്ക് നമ്മുടെ ടെലിഗ്രാം ചാനൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഡിസ്ക്രിപ്ഷനിൽ ടെലിഗ്രാം ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ലിങ്കിലൂടെ പോയി ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാനും ഇവിടുന്ന് ബുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാനും പറ്റുന്നത് ആയിരിക്കും. ഫോറക്സ് ട്രേഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഒരു സീരീസ് ഓഫ് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ പ്ലേലിസ്റ്റ് ഞാനിവിടെ കൊടുത്തേക്കാം. ഇതാണ്. അപ്പോൾ താല്പര്യമുള്ള ഇതും കൂടെ ഒന്ന് കണ്ടു നോക്കാൻ ശ്രമിക്കുക.